രണ്ടേ മുക്കാലിന് കൃത്യം 2:45 2:45 ഈ കേസിൽ ശിക്ഷ വിധിക്കുമെന്നാണ് അനന്തൻ. അപ്പോൾ ശിക്ഷാവിധി സംബന്ധിച്ച് കേരളം അങ്ങനെ സാഗൂതം വീക്ഷിക്കുകയാണ്. 2:45 പ്രധാനപ്പെട്ട സമയമാണ്. ആ സമയത്താണ് ഈ പ്രമാദമായ കേസിൽ ശിക്ഷാവിധി കൂടി വരുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. പ്രധാനപ്പെട്ട വകുപ്പുകളാണ്. അതിൽ ജീവപര്യന്തമടക്കം ശിക്ഷിക്കപ്പെടാവുന്ന സാഹചര്യമുണ്ട്. അതിൽ 7 വർഷമെങ്കിലും പരമാവധി ശിക്ഷയ്ക്കുള്ള വകുപ്പുകൾ ഈ കേസിൽ ചുമത്തിയിരിക്കുകയാണ്. അപ്പോൾ ശിക്ഷാവിധി എത്രത്തോളം പ്രതീക്ഷയോടെ നോക്കി കാണേണ്ടതുണ്ട്? ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനമാണ് നെടുമങ്ങാട് കോടതിയിൽ നിന്ന് വന്നത്. ആന്റണി രാജുവിനും കെ.എസ്. ജോസിനുമെതിരായ കേസിൽ ഇന്ന് തന്നെ ശിക്ഷാവിധി ഉണ്ടാകുമെന്നാണ് നെടുമങ്ങാട് ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി പറഞ്ഞിരിക്കുന്നത്. 2:45 ശിക്ഷ പറയുമെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ പ്രോസിക്യൂഷന്റെ അപേക്ഷ കോടതി പരിഗണിച്ചു. 409 വകുപ്പ്, ആ വകുപ്പിലുള്ള ശിക്ഷാവിധി മാറ്റിവെക്കണം എന്നുള്ള പ്രോസിക്യൂഷന്റെ വാദം കൂടി കേട്ട ശേഷമാണ് ഇപ്പോൾ മജിസ്ട്രേറ്റ് കോടതി ശിക്ഷാവിധി 2:45 പറയുമെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ശിക്ഷാവിധി പ്രഖ്യാപിക്കുന്ന വേളയിൽ ഏറ്റവും കൂടുതൽ ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പിലുള്ള തീരുമാനം എന്താണെന്ന് മജിസ്ട്രേറ്റ് കോടതി പറയും. അത് ഏറ്റവും നിർണായകമാണ്. കാരണം സർക്കാർ ഉദ്യോഗസ്ഥന്റെ വിശ്വാസ വഞ്ചന എന്ന വകുപ്പ് 409, ആ 409 വകുപ്പ് പ്രകാരം 10 വർഷം മുതൽ ജീവപര്യന്തം വരെ കഠിന തടവ് ലഭിക്കാവുന്ന ശിക്ഷകൾ ലഭിക്കാം. അപ്പോൾ ആ ശിക്ഷ പക്ഷേ മജിസ്ട്രേറ്റ് കോടതിക്ക് വിധിക്കാൻ കഴിയില്ല. ആ പ്രശ്നമാണ്, ആ സാങ്കേതിക പ്രശ്നമാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയത്. അത് അംഗീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ കോടതി പറയുന്നത് 2:45. ഗൂഢാലോചന എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വകുപ്പുണ്ട്. ഗൂഢാലോചന, കൃത്യമായിട്ടുള്ള ആസൂത്രണം, അതിലൊരു കൃത്യമായ രീതിയിലൊരു എവിഡൻസ് ഒക്കെ പരിശോധിച്ച് ഒരു ശിക്ഷാവിധിയിലേക്ക് പോയി കഴിഞ്ഞാൽ അത് പരിഗണിക്കപ്പെടില്ലേ? അത് തീർച്ചയായിട്ടും. കാരണം ആന്റണി രാജുവിനെതിരെ ശക്തമായ തെളിവ് ഇതിനകത്ത് കണ്ടെത്തി എന്നുള്ളതാണ് പോലീസ്